video, we will discuss the maximum likelihood decoding method, or I can specify that how we can detect a non-signal in a noisy environment. Okay, so maximum likelihood decoding എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ് ഒരു നോയ്സി എൻവയോൺമെന്റിൽ എങ്ങനെ സിഗ്നൽ നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കലി ഒരു ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ഓൾറെഡി നമ്മൾ ആ പറയുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് ഫസ്റ്റ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കൺസെപ്റ്റിലേക്ക് വരാം. എനിവേ ജസ്റ്റ് ഒരു റിവിഷൻ നമുക്കിവിടെ നടത്താം. എന്താണ് ഒരു ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റം, എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ് കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് പറയാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്തൊക്കെ അസംഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ബ്രീഫ് ചെയ്യാം. സോ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് സോഴ്സ് ആണ്. സോ അസ്യൂം ചെയ്യുക നമ്മൾ M1, M2, M3 അപ് ടു M മെസ്സേജസ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വി വിൽ അസ്യൂം ദാറ്റ് വി ആർ സെൻഡ് M ഡിഫറെന്റ് മെസ്സേജസ്. ഓക്കെ, ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സെൻഡിങ് the message M1 is known as P of M1, or simply we can write P1. Similarly, the probability of sending M2 is, we can indicate as P2. So we will think that we'll assume that all the messages are equally likely. So probability of sending any symbol is 1 by M. Okay, assume that all the messages are equally likely, so your probability of sending a symbol is 1 by M, and this probability is normally known as a posteriori probability. So ഈ M മെസ്സേജസിന് നമ്മളൊരു സിഗ്നൽ വേവ് ഫോം അസൈൻ ചെയ്യും. ഓരോ സിമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ വേവ് ഫോം ആയിരിക്കും അയക്കുക. ട്രാൻസ്മിറ്ററിന്റെ ഡ്യൂട്ടിയാണ് മെസ്സേജ് സിഗ്നൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫോം അസൈൻ ചെയ്യുക എന്നുള്ളത്. സോ M1 എന്ന് പറയുന്ന മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ വേവ് ഫോം S1 of t, M2 എന്ന് പറയുന്ന സിഗ്നൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെസ്സേജ് S2 of t. There are M different signals. Okay, S1 of t to SM of t എന്ന് പറയുന്ന M different signals. See, ഈ പറയുന്ന S1 to SM of t എന്ന് പറയുന്ന M സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് N ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻസ് വെച്ചിട്ടാണ്. അപ്പം ഈ S1 of t to SM of t എന്ന് പറയുന്ന M സിഗ്നൽ വേവ് ഫോംസിനെ ഐ ക്യാൻ റെപ്രസെന്റ് ബൈ യൂസിങ് N ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഗ്രാം സ്മിത്ത് ഓർത്തോണലൈസേഷൻ പ്രോസസ്സിന്റെ മെത്തേഡിൽ ഡിസ്കസ് ചെയ്തതാണ്. Any signal can be or any energy signal can be represented as a linear combination of its orthonormal basis function. 5.1, 5.2 up to 5n എന്ന് പറയുന്നത് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന M സിഗ്നൽ വേവ് ഫോംസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ എനി സിഗ്നൽ, ഫോർ എക്സാമ്പിൾ SI of t എന്ന് പറയുന്ന സിഗ്നലിനെ I can represent as a vector SI, and this vector SI I can represent by its coordinate SI1, SI2, etc. SIN, because we are using an orthonormal basis function. ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷന്റെ ഓരോന്നിനെയും കോഎഫിഷ്യൻസ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു വെക്ടർ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ ഒരു ഐഡിയയും കൂടെ പറഞ്ഞിരുന്നു, ഈ പറയുന്ന വെക്ടേഴ്സിനെ എനിക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ n is equal to 3 ഓർത്തോനോർമൽ ഫംഗ്ഷൻസ് ആണുള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ സിഗ്നലിനെ ഫോർ എക്സാമ്പിൾ 3 ഓർത്തോനോർമൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5.1 of t, 5.2 of t, 5.3 of t. സി 3 ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ S1 എന്ന് പറയുന്ന സിഗ്നലിനെ നമുക്ക് ഈ സ്പേസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതേപോലെ S2 എന്ന് പറയുന്നത് വേറൊരു സിഗ്നലാണ്, അല്ലെങ്കിൽ S2 of t-നെ എനിക്ക് S2 എന്ന് പറയുന്ന വേറൊരു വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇത് ആക്ച്വലി 3 ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ എനിക്ക് S1, S2 എന്ന് പറയുന്ന പോയിന്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യാം. സോ S1 എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ഫ്രം ഒറിജിൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. S2 എന്ന് പറയുന്ന വേറൊരു വെക്ടർ ഉണ്ട്, ദാറ്റ്സ് അഗൈൻ ഫ്രം ഒറിജിൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്.
സോ S1 എന്ന് പറയുന്ന വെക്ടർ ആണ്, ഒരു കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം S11, S12, S13. സോ ഒരു 3 ഓർത്തോനോർമൽ ഫംഗ്ഷൻ ഉണ്ട്. സോ ഐ ക്യാൻ റെപ്രസെന്റ് S11, S12, S13. സിമിലർലി S2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു സിഗ്നലിനെ നമ്മളൊരു ചാനലിൽ കൂടെ പാസ് ചെയ്യാണ്. ചാനലിൽ കൂടെ പാസ് ചെയ്യുമ്പം നമ്മൾ അറിയേണ്ട കാര്യം, ചാനലിൽ നോയിസ് എഫക്റ്റ് ഉണ്ടാവും. സോ നമ്മളൊരു നോയിസ് റെപ്രസെന്റേഷൻ ഇവിടെ കൊടുക്കുന്നു, W of T, വിച്ച് ഈസ് ഗോസിയൻ നോയിസ്. നമ്മൾ ഈ പറയുന്ന ചാനലിനെ ഒരു സ്പെഷ്യൽ നെയിമിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും, AWGN ചാനൽ. സോ ദിസ് ഇസ് an additive channel, additive, and the noise process is wide. All frequencies are affected equally, and this is a Gaussian type. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അഡിറ്റീവ് വൈറ്റ് ഗോസിയൻ നോയിസ് ആണ്. ഓക്കെ, സോ വൺസ് നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിനെ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ ചാനൽ X of T I can write സിംപ്ലി SI of T പ്ലസ് W of T. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ നോയിസ് എഫക്ട് ഇല്ലെങ്കിൽ X of T is equal to SI of T ആണ്. പക്ഷേ ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൽ ഒരു നോയിസ് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നലിനെ X of T നെ SI of T പ്ലസ് W of T എന്നാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് SI of T നെ S എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന റിസീവ് ചെയ്യുന്ന സിഗ്നൽ X-നെ നമുക്ക് ഒരു വെക്ടർ നൊട്ടേഷൻ കൊടുക്കാം, വിച്ച് ഈസ് SI പ്ലസ് W. ഓക്കെ, X എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവേഷൻ വെക്ടർ ആണ്, വേറെ X ഈസ് ദ ഒബ്സർവേഷൻ വെക്ടർ. റിസീവ് ചെയ്ത സിഗ്നലിനെ കുറച്ച് കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ കോർഡിനേറ്റിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ വെക്ടർ എന്ന് പറയും. റിസീവ് ചെയ്ത ഒബ്സർവേഷൻ വെക്ടറിൽ നിന്ന് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ MI ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ റൂൾ അല്ലെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് ആണ്, ആക്ച്വലി പ്രോപ്പർട്ടിയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ് കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജ് വരെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് റിസീവർ ഉണ്ടെന്ന് നമുക്കറിയാം. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് റിസീവർ ആണ്. ഒന്ന് കോറിലേഷൻ ടൈപ്പ് റിസീവറും നെക്സ്റ്റ് വൺ ഇസ് മാച്ച്ഡ് ഫിൽട്ടർ ടൈപ്പ്. അപ്പം ഈ പറയുന്ന റിസീവറിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഒബ്സർവേഷൻ വെക്ടർ നമുക്ക് കിട്ടും. ആ ഒബ്സർവേഷൻ വെക്ടറിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു എസ്റ്റിമേറ്റ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് M2 എന്ന് പറയുന്ന ഒരു മെസ്സേജ് സിഗ്നലാണ്. ഈ പറയുന്ന സിഗ്നൽ ഫൈനലി റിസീവ് ചെയ്ത് നമുക്കൊരു X എന്ന് പറയുന്ന ഒരു വെക്ടറാണ് ഇവിടെ റിസീവ് ചെയ്തിരിക്കുന്നത്. സോ ഈ X എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഐഡന്റിഫൈ ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാണ്. ആൻഡ് ദാറ്റ് എസ്റ്റിമേറ്റ് വിൽ അസ്യൂം ദാറ്റ് ദ റിസീവ്ഡ് സിഗ്നൽ ഇസ് M2. അപ്പോൾ എങ്ങനെ ഈ X എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് നമുക്ക് M2ലേക്ക് എത്താം, എന്ത് റൂള് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന റിസീവ്ഡ് സിഗ്നൽ വെക്ടറിൽ നിന്ന് അത് M2 ആണ് ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തത്, ജനറലി വി ക്യാൻ സേ MI ഈസ് ട്രാൻസ്മിറ്റഡ് എന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിംഗ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. നമുക്കതിൻ്റെ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഓൾറെഡി നമ്മൾ സിഗ്നലിനെ ഇവിടെ ഒരു സ്പേസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് ഈ പറയുന്ന റിസീവ്ഡ് വെക്ടർ X-നെ, ഓക്കെ, സോ ദ റിസീവ്ഡ് വെക്ടർ X വിച്ച് ഈസ് റെപ്രസെന്റഡ് ആസ് X is equal to SI plus W. അപ്പം ഈ പറയുന്ന ഒരു ടേമിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. So we'll see how we can represent that quantity. So graphically, assume that there are 3 orthonormal functions. We'll take an example, phi 2 of t, and there is another orthonormal function phi 3 of t. So we'll take an example, n is equal to 3. 3 orthonormal functions. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിഗ്നൽ വെക്ടർ. ഇപ്പം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ വെക്ടർ എന്ന് പറയുന്ന SI ആണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് പോയിന്റ് എനിക്ക് സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒറിജിനിൽ നിന്ന് ആ വെക്ടർ വരെയുള്ള ഡയറക്ഷൻ നമുക്ക് SI എന്ന് പറയാം. സോ വേർ SI ഇസ് ദ സിഗ്നൽ വെക്ടർ, സിഗ്നൽ ട്രാൻസ്മിറ്റഡ് വെക്ടർ. ഈ ഒരു കാര്യം നമുക്ക് കിട്ടിയതാണ്. ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് പോയിന്റ് ഞാൻ ബ്ലാക്ക് ലൈൻ പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തു, അതാണ് SI. സോ X is equal to SI plus W ആണ്. നോക്കുക, ഈ പറയുന്ന W is equal to 0. If W is equal to 0 ആണെങ്കിൽ X is equal to SI എന്ന് പറഞ്ഞാൽ എനിക്ക്
ഈ പറയുന്ന SI എന്ന് പറയുന്ന സെയിം പോയിന്റിൽ ഐ ക്യാൻ റെപ്രസെന്റ് X, ബട്ട് ഹിയർ W നോട്ട് ഈക്വൽ ടു 0. സോ ഡെഫിനറ്റ്ലി X എന്ന് പറയുന്നത് സംവെയർ അല്ലെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെയാണ് X എന്ന് പറയുന്ന പോയിന്റ്. സോ ദിസ് പോയിന്റ് ഇസ് എ റിസീവ്ഡ് signal point. Assume that this is the received signal point. അപ്പോൾ നോക്കാം, എനിക്ക് ഒറിജിനിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈൻ എനിക്ക് റെപ്രസെന്റ് ചെയ്യാം as X. So this is the received vector, or we will call it as the observation vector. So this is the observation vector. നോക്കാം, എക്സും റിസീവ് ചെയ്ത വെക്ടർ ആണ്, SI എന്ന് പറയുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സിഗ്നലും ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. നോക്കുക, ഈ ഒരു ഇക്വേഷനിൽ X is equal to SI plus W ആണ്. സോ ഇഫ് യു റൈറ്റ് X minus SI which is W അല്ലെ. അപ്പോൾ നോക്കുക, ഈ രണ്ട് വെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാം. ഇത് SI ആണ്, ഇത് X ആണ്. സോ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ്. So I can indicate by using another vector, that is W. So this is a noise vector. നമ്മുടെ ഒബ്സർവേഷൻ സ്പേസിലുള്ള എക്സിനെയും ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെയും നോയ്സിനെയും നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ നോക്കുക, റിസീവ് ചെയ്ത സിഗ്നൽ എനിവേ ഞാൻ ഒന്നുകൂടെ ഈ ഗ്രാഫിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യാണ്. എന്താണ് ആക്ച്വലി നമ്മുടെ ട്രാൻസ്മിഷൻ റിസപ്ഷനിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ 3 ഒബ്സർവേഷൻ വെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, 5.1, 5.2, 5.3 ഓഫ് T. നോക്കുക, നമ്മുടെ റിസീവ് ചെയ്ത സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ S1 ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നോക്കുക, ട്രാൻസ്മിറ്റ് ചെയ്ത സമയത്ത് ഒരു 1000 ടൈംസ് നമ്മൾ ഈ പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, സോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഓരോ സമയത്തും നമ്മൾ ഈ പറയുന്ന സിഗ്നൽ ഈ പറയുന്ന ഗ്രാഫിൽ, സോ നമ്മൾ റിസീവ് ചെയ്ത സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ നോയ്സ് ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ W, അതായത് നമ്മുടെ നോയ്സ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഇസ് ഫാർ ഫ്രം ദിസ് SI. ഓക്കെ, നമുക്ക് നോയ്സ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ SI ന്ന് വളരെ ദൂരെയായിട്ടായിരിക്കും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുക. ഇനി നോക്കുക, നോയ്സ് വളരെ കുറവാണെങ്കിൽ, അതായത് ചാനലിലെ നോയ്സ് വളരെ കുറവാണെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ SIക്ക് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ SIക്ക് അടുത്ത് കൂടുതൽ പോയിന്റ്സും SI നകന്ന് കുറച്ച് പോയിന്റ്സും ആയിട്ടായിരിക്കും നമുക്ക് യൂഷ്വലി കിട്ടേണ്ടത്. നമ്മളൊരു നോയ്സ് എഫക്റ്റ് അനുസരിച്ച് നോയ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് SI ന്ന് ദൂരെ ആയിരിക്കും. അപ്പോൾ നോക്കുക, നമ്മളൊരു 1000 ടൈംസ് ഈ പറയുന്ന അല്ലെങ്കിൽ 10,000 ടൈംസ് ഈ പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും എഫക്ട് ചെയ്യുന്ന നോയ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു ക്ലൗഡ് ആയിരിക്കും, ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് എ നോയ്സ് ക്ലൗഡ്. നമ്മുടെ മെസ്സേജ് സിഗ്നൽ S1 എന്ന് പറയുന്ന മെസ്സേജ് സിഗ്നൽ നമ്മളൊരു 1000 ടൈംസ് അല്ലെ 10,000 ടൈംസ് നമ്മൾ അയക്കുകയാണ്. അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ സ്പേസിൽ ഇങ്ങനെ ഒരു പല പോയിന്റുകളായിട്ട് നമുക്ക് കിട്ടും. ഓരോ സമയത്തും എഫക്ട് ചെയ്യുന്ന നോയ്സിനനുസരിച്ച് ആ ഡിസ്റ്റൻസിലെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ കിട്ടി എങ്ങനെയാണ് ഒബ്സർവേഷൻ വെക്ടർ എന്നുള്ളതൊക്കെ. നമുക്ക് ഇനി നോക്കേണ്ടത്, നമ്മൾ ഡിസിഷൻ റൂളിലേക്ക് പോകണം. അതിനു മുമ്പ് നമുക്കൊരു ടേം അറിയേണ്ടത്, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എറർ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എറർ. Probability of error in the decision. Okay, നമ്മൾ previously പറഞ്ഞ കേസിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ S1 ഉണ്ട്, assume that here it is S2. Okay, അപ്പം നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഫോർ S1 ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത്. പക്ഷെ റിസീവ് ചെയ്തപ്പം ആ പറയുന്ന X ഒബ്സർവേഷൻ വെക്ടർ നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. നോക്കുക, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒബ്സർവേഷൻ വെക്ടർ S2ന് വളരെ ക്ലോസ് ആണ്, പക്ഷെ S1ന് വളരെ ദൂരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു അസംഷനിലെത്തും ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഈസ് S2. ഈ കേസിൽ നമ്മളൊരു എറർ
വരുത്താണ്. കാരണം S1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, പക്ഷെ നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് S2ന് വളരെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ പറയും S2 ആണ് ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ. അപ്പൊ ഇങ്ങനെയുള്ള എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ എററിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ്. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എററിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എറർ is for the observation vector x. X എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവേഷൻ വെക്ടർ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒബ്സർവേഷൻ വെക്ടർ ഉണ്ട് x, and we will take an estimate that m cap is equal to mi. അപ്പൊ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. We'll take a decision that the estimate of the signal is mi. So then the probability of error in the decision is defined as probability of error P when is mi for a given x. Okay, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എററിന്റെ നൊട്ടേഷൻ. ഈ നൊട്ടേഷൻ എന്താണെന്നുള്ളത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് നോക്കാം. അതായത് നമുക്ക് റിസീവ് ചെയ്തൊരു വെക്ടർ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഒബ്സർവേഷൻ വെക്ടർ എക്സ്. എക്സ് റിസീവ് ചെയ്തു. ഓക്കെ, ആൻഡ് വി വിൽ ഡിസൈഡ് ദാറ്റ് ഈസ് mi. ഓക്കെ, അപ്പോൾ അത് എറർ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് M1, M2, M3, M4 എന്ന് പറയുന്ന 4 സിഗ്നൽസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഒബ്സർവേഷൻ വെക്ടർ കിട്ടി എക്സ്. ആ ഒബ്സർവേഷൻ വെക്ടറിൽ നിന്ന് നമ്മളൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ M3 ആയിരുന്നു. ഓക്കെ, വി വിൽ അസ്യൂം ദാറ്റ് ഓർ വി വിൽ ഡിസൈഡ് ദാറ്റ് ദ റിസീവ്ഡ് സിഗ്നൽ ഇസ് M3. നമ്മുടെ ഡിസിഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ പറയാണ് M3 ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത്. പക്ഷേ ഈ പറയുന്നത് ഒരു എററാണ്. ഓക്കെ, അത് എറർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. M3 ആണ് സെൻഡ് ചെയ്തതെങ്കിൽ M3 ആണ് നമ്മൾ ഫൈനലി റിസീവ് ചെയ്തത്. M3 തന്നെയാണ് ട്രാൻസ്മിറ്റും ചെയ്തതെങ്കിൽ നമുക്ക് എറർ ഇല്ല. പക്ഷേ ഈ പറയുന്ന കേസിൽ ഒരു എറർ വന്നു എന്നാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എറർ ഇൻ ദ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് M3 നോട്ട് സെൻഡ്. അതായത് M3 അല്ല ഇപ്പൊ സെൻഡ് ചെയ്തിരിക്കുന്നത്. M1 M2 M4 ആണ് സെൻഡ് ചെയ്തത്. പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്തത് അല്ല, നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്ന ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്തത് M3 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എറർ ഫോർ എ ഗിവൺ വെക്ടർ എക്സ് ഇസ് mi അല്ലെ. പ്രോബബിലിറ്റി ഓഫ് mi ഫോർ എ ഗിവൺ ഒബ്സർവേഷൻ വെക്ടർ എക്സ് എന്ന് പറയുന്നത് ഒരു എറർ ആണ് എങ്കിൽ നമുക്ക് അതിനെ വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അതായത് ആ പർട്ടിക്കുലർ ടൈമിൽ mi അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ പറഞ്ഞു M3 സെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ M1 M2 M4 ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ പ്രോബബിലിറ്റി ഓഫ് എററിനെ നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് mi നോട്ട് സെൻഡ് വെൻ എക്സ് ഈസ് ഗിവൺ. എക്സ് ഈസ് ഒബ്സർവേഷൻ വെക്ടർ. അതായത് ഗിവൺ എക്സ് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, അത് റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്യാതെ ഇരിക്കാം. അപ്പൊ അതിനകത്തൊരു ഡൗട്ട് വേണ്ട, നമുക്കൊരു സാധനം റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴുള്ള പ്രോബബിലിറ്റി ഓഫ് എററിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഈ പറയുന്ന കേസിൽ M3 പ്രോബബിലിറ്റി ഓഫ് M3 നോട്ട് സെൻഡ് വെൻ എക്സ് ഈസ് റിസീവ്ഡ്. എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ വെക്ടർ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ M3 അല്ല സെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ M1 ആവാം, M2 ആവാം, M4 ആവാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എറർ mi given x എന്ന് പറയുന്നത് നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എറർ M3 ഫോർ എ ഗിവൺ x. അതായത് M3 റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ M3 എന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ വരാവുന്ന എറർ എന്ന് പറഞ്ഞാൽ M3 നോട്ട് സെൻഡ് ആണ്. ഓക്കെ, നമുക്ക് ഈ പറയുന്ന പ്രോബബിലിറ്റിനെ ഈ രീതിയിൽ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. ഇനി നോക്കുക, നമുക്ക് രണ്ട് പോസിബിലിറ്റി ട്രാൻസ്മിറ്റർ സൈഡിലുള്ളൂ. either M3 സെൻഡ് അല്ലെങ്കിൽ M3 നോട്ട് സെൻഡ്. പ്രോബബിലിറ്റി ഓഫ് M3 നോട്ട് സെൻഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് M3 സെൻഡ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന റെപ്രസെന്റേഷനെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്താൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് M3 സെറ്റ് ഫോർ എ ഗിവൺ എക്സ്. നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എറർ mi ഗിവൺ എക്സിനെ നമുക്ക് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യായിരുന്നു. mi അല്ല ട്രാൻസ്മിറ്റ് ചെയ്തത്, അപ്പോഴാണ് എറർ വരിക. നമ്മൾ mi എന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്തു, പക്ഷെ mi അല്ല ട്രാൻസ്മിറ്റ് ചെയ്തത്. അതാണ് ഒരു എറർ എന്ന് പറയുന്നത്.
അതിനെ നമുക്ക് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അറിയാം ഒരു സിഗ്നൽ എന്തെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും കൂടെ സം, രണ്ടിന്റെ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതാം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് M3 സെന്റ് ഫോർ എ ഗിവൺ എക്സ്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു നൊട്ടേഷനിലേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഈ പറയുന്ന പ്രോബബിലിറ്റി ഓഫ് M3 സെന്റ്. നമ്മൾ ഓരോ സിഗ്നലും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. M1 സെൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, M2 സെൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നോൺ ക്വാണ്ടിറ്റിയിലേക്ക് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എറർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത് ഒപ്റ്റിമം ഡിസിഷൻ റൂൾ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എറർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എറർ കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. പ്രോബബിലിറ്റി ഓഫ് എറർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നല്ലൊരു ഡിസൈൻ ആണെന്ന് പറയാം. അപ്പോൾ ഒപ്റ്റിമം ഡിസിഷൻ റൂളിൽ നമ്മളൊരു അസംപ്ഷൻ എടുക്കുകയാണ്. അസ്യൂം ചെയ്യുക സെറ്റ് എം ക്യാപ് ഇസ് ഈക്വൽ ടു എം ഐ. നമ്മൾ എം ഐ എന്ന് ഡിസൈഡ് ചെയ്യുകയാണ്. ഒരു പർട്ടിക്കുലർ എസ്റ്റിമേറ്റ് എം ക്യാപ് എന്ന് പറയുന്ന എം ഐ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം ഒപ്റ്റിമം ഡിസിഷൻ റൂൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് എം ഐ സെന്റ് ഫോർ എ ഗിവൺ എക്സ്. ഒരു ഒബ്സർവേഷൻ വെക്ടർ ഉണ്ട് എക്സ്, ആ സമയത്ത് എം ഐ സെന്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എം കെ സെന്റ് for a given x, where, or we can say for all k except not equal to I, where k ranges from 1, 2, 3 etc. up to n. അപ്പോൾ ഇതാണ് അതിന്റെ റൂള്. നമുക്ക് എന്താണ് ഈ റൂൾ എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ M1, M2, M3, M1, M2, M3, M4. നമുക്ക് 4 മെസ്സേജസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവ് ചെയ്ത വെക്ടർ ആണ് എക്സ്. ഓക്കെ, നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ M3 ആണ് സെൻഡ് ചെയ്തത്. സോ നൗ വി ആർ സെൻഡിങ് M3. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് റിസീവിങ് M3 or for a given x, probability of M3 sent for a given x should be greater than, അതായത് 1 സെൻഡ് ചെയ്യാനുള്ള M1 സെൻഡ് ചെയ്യുന്ന പ്രോബബിലിറ്റി, M2 സെൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, M4 സെൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈ പറയുന്ന പ്രോബബിലിറ്റിയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം M3 സെൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഓർ M cap is equal to M3. For example, probability of M3 sent for a given x should be greater than probability of M1 sent for a given x, probability of M2 sent for a given x, and probability of M4 sent for a given x. അതായത് 4 സിഗ്നൽസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ith സിഗ്നൽ. അപ്പോൾ ith സിഗ്നലിന്റെ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി M1 ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും M2 ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും M4 ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം യുവർ എസ്റ്റിമേറ്റ് ഒബ്സർവേഷൻ വെക്ടർ എക്സ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് M3 എന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്റ്റിമം ഡിസിഷൻ റൂൾ. അപ്പോൾ ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് M cap is equal to MI എന്നാണ്. അപ്പോൾ അങ്ങനെ M cap is equal to MI എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് MI സെന്റ് ഫോർ എ ഗിവൺ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ പ്രോബബിലിറ്റി ഓഫ് MK സെന്റ് ഫോർ എ ഗിവൺ എക്സ്, where MK or K indicates 1 to M. So M symbols ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ആ M സിമ്പിൾസിന്റെ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ നോക്കണം. പക്ഷെ ഒരു പോസിബിലിറ്റി മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, when K is equal to I. ബാക്കി എല്ലാ കേസിലും ഈ പറയുന്ന പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒപ്റ്റിമം ഡിസിഷൻ റൂൾ നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡിസിഷൻ റൂളിനെ ഓക്കെ നമ്മൾ ഒരു സ്പെസിഫിക് നെയിമിൽ നമ്മൾ പറയും. സോ ദിസ് റൂൾ
is actually known as this optimum decision rule written in this particular form is known as maximum a posteriori probability rule. Okay, or in short we can say that it's MAP rule, maximum a posteriori probability, because mi sendi എന്ന് പറയുന്നത് m sendi എന്ന probability എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ സൈഡിലെ പ്രോബബിലിറ്റി ആണ്, അത് റിസീവ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അതിനെയാണ് മാക്സിമം എ പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ റൂളിന് നമ്മൾ പറയുന്ന പേരാണ് MAP റൂൾ, മാക്സിമം എ പോസ്റ്റീരിയർ റൂൾ. ആൻഡ് any system which operates on this MAP rule വെച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മാക്സിമം a posteriori decoder. A system which detects signal based on this rule, MAP rule, is known as maximum a posteriori decoder. Okay, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എറർ എന്താന്ന് പറഞ്ഞു, അതിൽ നിന്ന് നമ്മൾ ഒപ്റ്റിമം ഡിസിഷൻ റൂൾ എന്താന്ന് ഡിസൈഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ ഒപ്റ്റിമം ഡിസിഷൻ റൂളിൽ നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് MK സെന്റ് ഫോർ എ ഗിവൺ X. അപ്പം ഈ പറയുന്ന ഒരു നൊട്ടേഷന് ഇവിടെ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്, ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ MK സെന്റ് ഫോർ എ ഗിവൺ X നമുക്ക് അറിയാവുന്ന നോൺ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റാം. അപ്പൊ അതാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. അപ്പൊ നമ്മൾ ഈ ഒപ്റ്റിമം ഡിസിഷൻ റൂളിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസിലേക്ക് നമുക്കൊന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ MAP റൂൾ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാണ്. ഓക്കെ, മാക്സിമം എ പോസ്റ്റീരിയർ റൂൾ. അപ്പം ആ റൂൾ എഴുതുന്നതിന് മുമ്പ് നമുക്കൊരു പ്രോബബിലിറ്റിയുടെ ഒരു കൺസെപ്റ്റ് റൂള് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ദാറ്റ് ഇസ് എ ബേസ് റൂൾ ഫോർ പ്രോബബിലിറ്റി. That is the probability of A given B. Conditional probability of A given B can be written as probability of B given A into probability of A divided by probability of B. നോക്ക, ഇതാണ് ബേസ് റൂൾ. അപ്പം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് A given B നെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് B given A യുടെ ടേംസിൽ എഴുതാം by using this particular formula. That is base rule. Okay, അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന റൂൾ ഉണ്ട് ഇവിടെ, പ്രോബബിലിറ്റി ഓഫ് MK സെന്റ് for a given X. അപ്പോൾ ഈ പറയുന്ന A given B നെ നമുക്ക് B given A യുടെ ഫോമിലേക്ക് മാറ്റാം. So I can rewrite this particular formula like this. Probability of X given MI. അതായത് MI ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ X റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. That is A given B can be converted into B given not MI, it's MK. Okay, B given A. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിക്ക് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x for a given MK. അപ്പോൾ MK ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ X റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ആൻഡ് നെക്സ്റ്റ് ടേം ഇസ് പ്രോബബിലിറ്റി ഓഫ് A. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് MK എടുക്കണം. സോ ഇൻ ഷോർട്ട് ഐ ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് MK is probability of PK. And denominator is probability of B, so that is a probability of X, observation vector X, and this quantity should be maximum for K is equal to Y. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാണ്ടിറ്റി മാക്സിമം ആവാം. അപ്പൊ അതിന്റെ കണ്ടീഷൻ നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബേസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. നോക്കുക, conditional probability density function of f of x. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം. ഈ ഇക്വേഷനുള്ള ഓരോ ടേംസും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. PK is the a priori probability. That's the probability of transmitted message MK.
So mk transmit ചെയ്യാനുള്ള probability. F of x is the unconditional probability density function of x. X എന്ന് പറയുന്ന ഒബ്സർവേഷൻ വെക്ടർ റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസപ്ഷൻ നടക്കാനുള്ള പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഈ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ്. ദെൻ പ്രോബിലിറ്റി ഓഫ് ഓർ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഗിവൺ എം കെ, അതായത് എം കെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം എക്സ് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഈ പറയുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് നോൺ ആണ്. നോക്കുക, പി കെ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രാൻസ്മിറ്റഡ് സിഗ്നലിന്റെ പ്രോബിലിറ്റി ആണ്. അത് നമുക്ക് അറിയാം, ഈക്വലി ലൈക്ലി ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രോബിലിറ്റി ഈക്വലി ലൈക്ലി ആണ്. ഇറ്റ് ബിക്കംസ് 1/m എം സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. സിമിലർലി എക്സ് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അതും നമ്മുടെ ഈ പറയുന്ന കേസിൽ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് മെസ്സേജ് ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് എക്സ് ഗിവൺ എം കെ ആണ്. ദിസ് ഇസ് ഓൾസോ എ നോൺ ക്വാണ്ടിറ്റി വിച്ച് ഇസ് നോൺ ആസ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അപ്പം ഈ പറയുന്ന ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ. ആ ഒരു ടോപ്പിക്കിൽ വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ചാനൽ, AWN ചാനലിൽ നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റി ഡിസ്കസ് ചെയ്തതാണ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ഗിവൺ എം കെ. ഈ പറയുന്ന ഇക്വേഷൻ is known as likelihood function. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട് when we discussed the topic vector representation of AWN channel. നോക്കാം, ഈ ഇക്വേഷൻ ഞാൻ ഡയറക്റ്റ്ലി എഴുതാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാം. സോ the equation I can write like this. This is likelihood function. I can write pi into n0 raised to minus n by 2. Okay, this is n by 2 e raised to or exponential minus 1 by n0 sigma j is equal to 1 to n within the bracket. It's xj minus skj the whole square. Okay, so this is the likelihood function, and where k ranges from 1 to etc. up to m. Okay, so this is the likelihood function. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ടോപ്പിക് കണ്ടിട്ടില്ലാത്തവരായിട്ട് പറഞ്ഞ ടോപ്പിക്ക് ഫസ്റ്റ് ഒന്ന് കാണുക. വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് AWN ചാനൽ. At the end, we will derive this particular equation, likelihood function. നമ്മൾ ഈ പറയുന്ന ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നമുക്കറിയാം, ഈ പറയുന്ന ഇക്വേഷനിൽ ഒരുപാട് ടേംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് റിലവൻ്റ് ഉള്ള ടേംസ് മാത്രം ഒന്ന് എഴുതാം. സോ അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ്റെ ലോഗ് ഫോം ഒന്ന് എടുക്കുകയാണ്. അതായത് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. നമുക്കറിയാം, ലോഗരിതം, നാച്ചുറൽ ലോഗരിതം ഓഫ് ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ നമുക്ക് എക്സ് എന്ന് എഴുതാം. ln a into b ആണെങ്കിൽ നമുക്ക് ln a plus ln b എന്ന് എഴുതാം. Then one more rule, ln for example a raised to x ആണെങ്കിൽ x into log a, sorry not ln. Okay, ഇത്രയും റൂൾസ് നമുക്ക് അറിയാം ലോഗരിതത്തിൽ. അപ്പോൾ ആ റൂൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ this ln of likelihood function, logarithm of likelihood function f of x for given mk, I can write like this. നമുക്ക് ഫസ്റ്റ് ടേം ഇതും സെക്കൻഡ് ടേം ഇതായിട്ടും കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ln pi n0 the whole raised to minus n by 2 plus ln e raised to minus 1 by n0 sigma j is equal to 1 to n xj minus skj the whole square. അപ്പം നമ്മൾ ഈ പറയുന്ന ടേമിൽ ഫസ്റ്റ് ടേം നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ്. n0 എന്ന് പറയുന്ന പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ടേം ആണ്. n എന്ന് പറയുന്ന n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണ്. ഈ പറയുന്ന ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. സോ ഐ ക്യാൻ ഇഗ്നോർ ദിസ് പെർട്ടിക്കുലർ ടേം. ഓക്കെ,
നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇറ്റ് ബിക്കംസ് മൈനസ് n/2 ln pi n0. This is one term. We will ignore this particular term. And the second term is minus 1 by n0. This is ln e. So we can write a sigma j is equal to 1 to n xj minus skj whole square. നോക്കുക, ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ എയിം എന്ന് പറയുന്ന ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വാണ്ട് ടു ഇൻക്രീസ് ഓർ മാക്സിമൈസ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, നോക്കുക ഈ എക്സ്പ്രഷനിൽ ദ സെക്കൻഡ് ടേം, ഓക്കെ, ദിസ് ആക്ച്വലി സബ്ട്രാക്ഷൻ. അപ്പം നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് ടേം നമ്മൾ മിനിമൈസ് ചെയ്യണം. ഓക്കെ, ഓർ xi മൈനസ് skj എന്ന് പറയുന്ന ടേം മിനിമം ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാം. നോക്കുക, ഇത് ആക്ച്വലി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ ഹയർ ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തി. സോ 1 by n0 is also constant. So we'll simply write the term sigma j is equal to 1 to n xj minus skj whole square should be minimum. Okay, is minimum for k is equal to I. അതാണ് നമ്മുടെ ഡിസൈൻ ചെയ്യേണ്ട കാര്യം. നോക്കുക, ഈ പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സാധനം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് j is equal to 1 to n x square of j minus 2 sigma j is equal to 1 to n xj skj plus sigma j is equal to 1 to n skj the whole square. നോക്കുക, ഈ പറയുന്ന ടേമിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് കിട്ടി. ആ പറയുന്ന ടേംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കുക, ഇതിലെ കെ എന്ന് പറയുന്ന ടേമിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഫസ്റ്റ് എക്സ്പ്രഷനിൽ കെക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെങ്കിൽ നോക്കുക, നമ്മൾ ഈ പറയുന്ന എക്സ്പ്രഷനിൽ കെ വരുന്ന ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം, അതിലാണ് കെ ഉള്ളത്. നോക്കുക, എക്സ് ജെ മൈനസ് എസ് കെ ജെ മിനിമം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദിസ് ക്വാണ്ടിറ്റി ഷുഡ് ബി മിനിമം അല്ലേ. ഇത് മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ നോക്കുക, ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടൈം ആണ്. സോ സെക്കൻഡ് ടൈം ഷുഡ് ബി മാക്സിമം. നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. If you take this minus common, the remaining term is sigma j is equal to 1 to n. Okay, or if you take minus 2 as common, the remaining term is j is 1 to n xj skj minus sigma j is equal to 1 to n skj the whole square. നോക്കുക, ഈ ഒരു ടേമിൽ നമ്മൾ ഓൾറെഡി ഗ്രാം സ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. സിഗ്നലിന്റെ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എനർജിയാണ്. അപ്പോൾ ദിസ് ഇസ് ദ എനർജി ഓഫ് ദ സിഗ്നൽ ഇക്യു. സോറി, ഇവിടെ 1/2 ഉണ്ട്, ബിക്കോസ് വിൽ ടേക്ക് -2 ആസ് എ കോമൺ. ഇതിൽ നോക്കുക, രണ്ട് ടേം ഉണ്ടായിരുന്നു. സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to n xj the whole square. നമുക്ക് ഈ ഒരു ടേം ഇഗ്നോർ ചെയ്യാം, because we don't require this because there is no k term. So remaining term അത് നമ്മൾ മാക്സിമൈസ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എൻ്റയർ ടേം നോക്കണ്ട, നമ്മൾ നോക്കുന്നത് സിഗ്മ j is equal to 1 to n xj skj minus 1/2 എനർജി ഓഫ് k. അപ്പോൾ നമ്മുടെ റൂള് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ പറയുന്ന ക്വാണ്ടിറ്റി മാക്സിമം ആണോ എന്ന് നോക്കാം. ഏത് കെ വാല്യൂവിനാണ് നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റി മാക്സിമം ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ദ റിസീവ്ഡ് സിഗ്നൽ ഇസ് എം കെ. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കെന് ഈ പറയുന്ന വാല്യൂ കിട്ടിയാൽ ഏതിലാണ് നമുക്ക് ലാർജസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതാണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ.
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി കോറിലേഷൻ റിസീവറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. കോറിലേഷൻ റിസീവറിന്റെ ഇംപ്ലിമെന്റേഷനിൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, ഇനി ഈ പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ ഒരു ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൂടെ പറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദിസ് interpretation of maximum likelihood detection. Okay, maximum likelihood detection, MLD detection. നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കാം. രണ്ട് ഓർത്തോനോർമൽ ഫംഗ്ഷൻ this n is equal to 2 and the transmitted signal is 4 different signals, that is m is equal to 4. നമുക്ക് രണ്ട് ഓർത്തോനോർമൽ ഫംഗ്ഷൻസേ ഉള്ളൂ. സോ phi1 of t and phi2 of t. ഓക്കെ, phi1 of t phi2 of t എന്ന് പറയുന്ന രണ്ട് സിഗ്നലേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന 4 സിഗ്നൽസിനെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. ഫസ്റ്റ് മെസ്സേജ് പോയിന്റ് ഇസ് ഹിയർ, ദിസ് ഇസ് മെസ്സേജ് പോയിന്റ് 1 and this is message point 2 and this is message point 3 and this is message point 4, and assume that this is root t. Here also it's root t and this is minus root t and this is also minus root t. Okay, 4 points. നോക്കുക, ഇതാണ് നമ്മുടെ 4 സിഗ്നൽസ്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന 4 പോയിന്റിന്റെ റീജിയൻസിനെ നമുക്ക് ഈ പറയുന്ന 4 സിഗ്നൽസ് ആണ് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലുള്ളത്. നമുക്ക് റിസീവ് ചെയ്തൊരു വെക്ടർ, ആ റിസീവ് ചെയ്ത വെക്ടർ മെസ്സേജ് 1 ആണോ, മെസ്സേജ് 2 ആണോ, മെസ്സേജ് 3 ആണോ, മെസ്സേജ് 4 ആണോ നമുക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നോക്കുക, നമുക്ക് എങ്ങനെ ഡിസിഷൻ എടുക്കാമെന്ന് വെച്ചാൽ ഈ പറയുന്ന ടോട്ടൽ ഏരിയനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു 2 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 ഈക്വൽ റീജിയൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് റീജിയൻ Z1, this is region Z2 and this is region Z3 and this is region Z4. So ഈ രണ്ട് ഡോട്ടർ ലൈൻ ഇടയ്ക്കുള്ള ഒരു ഏരിയ അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്കൊരു റിസീവ് ചെയ്ത വെക്ടർ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ദിസ് ഈസ് യുവർ റിസീവ്ഡ് വെക്ടർ എക്സ്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് എക്സ് മെസ്സേജ് 1ൽ നിന്നും മെസ്സേജ് 2ലേക്കും മെസ്സേജ് 3ലേക്കും മെസ്സേജ് 4ലേക്കും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് ഗ്രാഫിക്കലി നോക്കാം. ഇതിൽ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എവിടെയാണോ അതായിരിക്കും നമ്മുടെ ട്രാൻസ്മിറ്റർ സിഗ്നൽ നമുക്ക് ഒരു അസംപ്ഷൻ എടുക്കാം. അതായത് നമ്മൾ ചെയ്യുന്നത് റിസീവർ സിഗ്നലിന്റെ കോഎഫിഷ്യന്റ് XJ, ഓക്കെ, ട്രാൻസ്മിറ്റഡ് സിഗ്നലിന്റെ കോഎഫിഷ്യൻസ് SKJ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓർ വി ക്യാൻ സേ ദാറ്റ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the transmitted signal and received signal point. ഗ്രാഫിക്കലി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഈ പറയുന്ന കൺസെപ്റ്റ് തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മൾ ഡിറ്റക്ഷൻ റൂളിനെ നമുക്ക് ഗ്രാഫിക്കലി പറയുന്നത് എങ്ങനെയാണ് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെയും റിസീവ്ഡ് സിഗ്നലിലേക്ക് നമുക്കൊരു സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിസീവ് ചെയ്യുന്ന സിഗ്നൽ, ഓക്കെ, ട്രാൻസ്മിറ്റഡ് സിഗ്നൽസിന്റെ എല്ലാ സിഗ്നലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ X1 എക്സ് ഉണ്ട്, മെസ്സേജ് 1 ഉണ്ട്, മെസ്സേജ് 2 ഉണ്ട്, മെസ്സേജ് 3 ഉണ്ട്, മെസ്സേജ് 4. ഓരോ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഏറ്റവും കുറവ് അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഏത് റീജിയനിലാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ Z1 എന്ന് പറയുന്ന റീജിയനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അത് മെസ്സേജ് 1 ആണ്. റിസീവ് ചെയ്ത പോയിന്റ് ഫോർ എക്സാമ്പിൾ Z2 എന്ന് പറയുന്ന റീജിയനിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അത് മെസ്സേജ് 2 ആയിരുന്നു, ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ M2 ആയിരുന്നു. ഫോർ എക്സാമ്പിൾ Z4ലാണ് നമ്മുടെ റിസീവ് ചെയ്ത സിഗ്നൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് റിസീവ്ഡ് വെക്ടർ റെപ്രസെന്റ് ആക്ച്വലി ദ ട്രാൻസ്മിറ്റഡ് മെസ്സേജ് M4. ഗ്രാഫിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആൻഡ് റിസീവ്ഡ് സിഗ്നൽ ഷുഡ് ബി മിനിമം. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻസ് വെച്ചും ചെയ്തത്, XJ - SKJ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ
signal space in analysis, this is actually norm. If you write something in within two parallel lines, it is known as a norm. Okay, so the distance between the transmitter and signal point, message point, it should be minimum. ഈ രീതിയിൽ നമുക്ക് interpret ചെയ്യാം. Okay, this is a decision rule in graphical. Okay, thank you.